ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയിലേക്കാണ് കേട്ടോ. അപ്പോൾ കൊളോണിയിലേക്കുള്ള നമ്മുടെ യാത്രയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ സൗണ്ട് വല്ലാണ്ട് അടഞ്ഞിരിക്കുകയാണ്. എനിക്ക് പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ വീഡിയോ മിസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വീക്കിൽ വീഡിയോ ഇടാതിരുന്നത്. എനിക്ക് ഒട്ടും വോയിസ് ഇല്ലായിരുന്നു. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചവർക്കൊക്കെ അറിയാം, ഒട്ടും വോയിസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കൊളോണിലേക്ക് പോകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാവയുടെ പാസ്പോർട്ട് എക്സ്പയർ ആണ്. അതായത് ജനുവരി 5 വരെ അവൻ്റെ പാസ്പോർട്ടിൻ്റെ 2025 ജനുവരി 5 വരെ പാസ്പോർട്ടിന് വാലിഡിറ്റി ഉള്ളൂ. അത്ര മാത്രം വിസയെ അവന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പാസ്പോർട്ട് റിന്യൂ ചെയ്തതിന് ശേഷം അവൻ്റെ ഔഫൻതാൽ സെറ്റിലിന് വേണ്ടി അപ്ലൈ ചെയ്യണം, അതായത് ഇവിടുത്തെ റെസിഡൻറ്റ് കാർഡിന് വേണ്ടി. അപ്പോൾ ഈ പാസ്പോർട്ട് റിന്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് കൊളോണിയിലുള്ള ഒരു ട്രാവൽസിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ പാസ്പോർട്ട് ഞാൻ എങ്ങനെയാണ് റിന്യൂ ചെയ്തതെന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തതിനകത്ത് ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നു ഞാൻ ഏത് ഏജൻസി വഴിയാണ് എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തതെന്ന്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ കുഞ്ഞിൻ്റെ പാസ്പോർട്ടും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേരെയും കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ നേരത്തെ പോയതുപോലെയല്ല, ബാഗ് നിറയെ സാധനങ്ങളാണ്. ബിസ്ക്കറ്റ്, അതുപോലെ വെള്ളം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് വാങ്ങുന്നുണ്ടെങ്കിലും കയ്യിൽ സാധനങ്ങളും കൂടെ കുറച്ച് കരുതണമല്ലോ. അങ്ങനെ എനിക്ക് വേണ്ട. അപ്പോൾ കൊളോണിൽ എത്തിയതിന് ശേഷം പിന്നെ നമുക്ക് പോകേണ്ടത് ഊബാനിലാണ് കേട്ടോ. നോയമാർട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അത് ഇവിടുന്ന് അധിക ദൂരമൊന്നുമില്ല, ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്കവിടെ എത്താൻ പറ്റും. ഇപ്പോൾ ഊബാനാണെങ്കിൽ കൊളോൺ ഹൗക്ട് ബാൻഹൂഫ് അല്ലെങ്കിൽ കൊളോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഊബാൻ്റെ സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നും ഇത് ഊബാനാണ് കേട്ടോ. ഊബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്ന ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇനിയും എന്താ പറയുന്നത് നമ്മുടെ നോയമാർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നോയമാർട്ടിൽ എത്തിയതിന് ശേഷം നമുക്ക് പിന്നെ ഒരു 3-4-5 മിനിറ്റ് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ ഈ ഏജൻസി. കുഞ്ഞാവ രാത്രിയായടാ. അപ്പോൾ അങ്ങനെ നോയമാർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ഒരു കാർണിവൽ, നമ്മുടെ ഇവിടെ കാർണിവൽ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് രീതിയിലുള്ള ഡ്രസ്സൊക്കെ ചെയ്ത ആൾക്കാരെയൊക്കെ നമുക്ക് വഴിയിലൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഓഫീസ്. അപ്പോൾ അതിനകം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുന്നത് നേരെ ഇനി കൊളോൺ ക്യാത്തഡ്രലിലേക്ക് പോകുക എന്നുള്ളതാണ് ഉദ്ദേശം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഇപ്പോൾ കൊളോൺ ക്യാത്തഡ്രലിൻ്റെ ആ ഒരു ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കാർണിവൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കൊളോണിലെ ക്യാത്തഡ്രലിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുന്നായിട്ട് ഞാൻ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു വേണ്ടതെന്നൊന്ന് പെട്ടെന്ന് പറയാം കേട്ടോ. അതായത് നമ്മുടെ പേരൻസിൻ്റെ കുട്ടിയുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് പേരൻസിൻ്റെ 2 പേരുടെയും പാസ്പോർട്ട്, അതുപോലെ തന്നെ എൻ്റെ ഔഫൻതാൽ സെറ്റിൽ അല്ലെങ്കിൽ ഇവിടുത്തെ റെസിഡൻറ്റ് കാർഡ്, പിന്നെ കുട്ടിയുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ പേപ്പർ, ഒരു ഫോട്ടോ. അപ്പോൾ അതിനൊരു ഫോട്ടോയ്ക്കാണെങ്കിൽ നമുക്കിപ്പം നമ്മൾ കൊണ്ടുവരുന്ന ഫോട്ടോ പറ്റില്ലെങ്കിൽ അവർ ഇവിടുന്ന് നമുക്ക് ഫോട്ടോ എടുത്ത് തരും കേട്ടോ. അപ്പോൾ 15 യൂറോ നമ്മൾ പേ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കുന്നത് 71 യൂറോ അവരുടെ എന്താ പറയുന്നത് അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതുകൂടാതെ തന്നെ 22 യൂറോ ബൈ ഹാൻഡ് ആയിട്ട് അവർക്ക് അവരുടെ ഫീസായിട്ട് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത്രയും രൂപയായിട്ടുണ്ട് ഇത് ഈ പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടി. പിന്നെ നമ്മുടെ പോലീസ് ക്ലിയറൻസിന് വേണ്ടി, നാട്ടിലെ പോലീസ് ക്ലിയറൻസിന് വേണ്ടി നാട്ടിലെ അഡ്രസ്സും, അതുപോലെ തന്നെ നാട്ടിലുള്ള കറണ്ട് ആരുടെയും എന്താ നമ്മുടെ അമ്മമാരുടെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെയും ഫോൺ നമ്പർ വേണം എൻക്വയറിക്ക് വേണ്ടി. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തു. അപ്പോൾ പേരൻസ് കുട്ടിയുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഓതറൈസേഷൻ ഫോമിൽ ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പം നമ്മൾ അവിടുന്ന് നേരെ എത്തിയത് കൊളോൺ കാത്തഡ്രലിലേക്കാണ്. അപ്പോൾ ഇന്ന് കാർണിവൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള ഒത്തിരി ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് എനിക്ക് തോന്നുന്നു നവംബർ ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി വലിയ മാർക്കറ്റാണ് കേട്ടോ ഈ പ്രാവശ്യം. ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കൊളോൺ കാത്തഡ്രലിലും അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ ഞാനിവിടെ വന്നത് ഇവരാദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്, അതുകൊണ്ട് ഇവരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ്. പക്ഷേ പള്ളി ഓപ്പൺ അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അപ്പം അകത്ത് ഇതൊന്നും ഇവരെ കാണിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അകത്ത് കയറി ഒരു തിരിയൊക്കെ കത്തിച്ചിട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സാധിച്ചില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ അതെല്ലാം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പള്ളിക്കകവും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് യൂറോപ്പിലേക്കും വെച്ചിട്ട് ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ലവ് ലോക്ക് ബ്രിഡ്ജ് കാണാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇവിടെ ഇപ്പോൾ ഈ ഇലകൾക്കൊക്കെ പല പല കളർ വരുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കാണാനായിട്ട് നേരത്തെ കാണുന്നതിനെക്കാട്ടി നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ക്യാമറ മാറ്റിയതിൻ്റെ ഒരു ക്ലാരിറ്റി വീഡിയോയിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നി എഡിറ്റിംഗ് ചെയ്ത സമയത്ത്. എനിവേ നമ്മൾ ലവ് ലോക്ക് ബ്രിഡ്ജ് കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് നേരത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഈ ഒരു ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് താക്കോലുകൾ ഇങ്ങനെയാണെങ്കിൽ ഇട്ടിട്ടുണ്ട് ഫുൾ. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ഫുള്ളാണെങ്കിൽ താക്കോലാണ് കേട്ടോ. അപ്പോൾ ഈ താക്കോല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന ആൾക്കാർ ഇതുപോലെ ഒരു താക്കോലും വാങ്ങിച്ചിട്ട് വന്നിട്ട് ഈ താഴ് ഇവിടെ ഇട്ട് പൂട്ടിയതിന് ശേഷം താക്കോൽ ഈ താഴെ കാണുന്ന റൈൻ നദിയിലേക്ക് ഇടും. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവർ ഒരുപാട് നാൾ ഒന്നിച്ച് എന്താ പറയുന്നത് ഭയങ്കര സ്നേഹമായിട്ട് ജീവിക്കുമെന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ കാണുന്ന താക്കോലുകളിലെല്ലാം ഈ ഇട്ടേക്കുന്ന ആൾക്കാരുടെ പേരും വർഷമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒരു റൈൻ നദിയുടെ അടിത്തട്ടിലായിട്ട് ഒരുപാട് താക്കോലുകൾ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെ അത് മാത്രമല്ല കേട്ടോ, ഒരു ഷിപ്പ് യാർഡും ഉണ്ട്. അപ്പം എന്താ പറയുന്നത്, നമുക്ക് ഇതിൽ ടിക്കറ്റിൻ്റെയൊക്കെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. നമുക്ക് ചില ദിവസങ്ങളിൽ, അതായത് വീക്കെൻഡുകളിലൊക്കെ ഓഫറുകളൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് 25 യൂറോ 20 യൂറോ സ്റ്റുഡൻസിനൊക്കെ ഓഫറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. 1 അവറിലേക്കൊക്കെ നമുക്ക് ഈ ഒരു ഷിപ്പിൽ യാത്ര ചെയ്യാം, ഈ ഒരു റൈൻ നദി കൂടെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ ഉടനെ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, കാരണം വിൻ്റർ ആയതുകൊണ്ട് തന്നെ യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും യാത്ര ഇഷ്ടമായതുകൊണ്ട് വീട്ടിലിരിക്കാനും തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് കാഴ്ചകളൊക്കെ ഇവിടെ കണ്ടത്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും തിരിച്ച് അവിടുന്ന് കൊളോൺ ഹൗപ്റ്റ്ബാൻഹോഫിൽ തന്നെ എത്തി. തിരിച്ച് ക്രിഫിൽഡിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ട്രെയിൻ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതിൻ്റെ ബഹളവും വഴക്കൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.